ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ആൻഡ് അസ്തറ്റിക് ആയിട്ടുള്ളൊരു പിങ്ക് ജേണൽ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഇതുവരെ ഇട്ട ഷോർട്ട് വീഡിയോസിലൊക്കെ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പിങ്ക് തീമിൽ ജേണൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അതാണ് ഞാൻ ഇന്ന് പിങ്ക് തീം ജേണൽ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തത്. ഇതാണ് എൻ്റെ സ്ക്രാപ്പ് ബുക്കിങ്ങിൻ്റെ പെട്ടി. എൻ്റെ വീട്ടിൽ കാണുന്ന സകലമാന വേസ്റ്റ് സാധനങ്ങളും ഞാൻ കൊണ്ടുവിടുന്നത് ഇതിലാണ്. എന്തിനാ? ഇതിലേത് പേപ്പറാണ് എപ്പോഴാണ് വേണ്ടി വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെക്കും കേട്ടോ. ഇതുപോലെ വേറെയും കുറച്ച് പെട്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പതിയെ കാണിച്ചു തരാം. ഈ ഒരു ജേണൽ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് ബാക്കി കളർ പേപ്പറും പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ച കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ജേണൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ന്യൂസ് പേപ്പറിന് ഈ ഒരു പിങ്ക് തീം കളർ ഞാൻ കൊടുത്തത് കണ്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ പഴയ ഐ ഷാഡോ പാലറ്റിൻ്റെ ഒക്കെ പഴയത് യൂസ് ചെയ്യാണ്ട് വെച്ചത്. അതിനെക്കൊണ്ടൊക്കെ ഇങ്ങനെയും പല ഉപകാരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഓരോ തീമിൽ ജേണൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് പേപ്പറിലൊക്കെ ഈ ഒരു ഷെയ്ഡ് കൊടുക്കാനൊക്കെ ആ ഒരു ഐ ഷാഡോ പാലറ്റൊക്കെ യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതാ ഈ ഒരു വൈറ്റ് പേപ്പർ കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കിയത് കേട്ടോ. ആ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിലും ഞാൻ ആ പിങ്ക് ഐ ഷാഡോ കളർ കൊടുക്കുന്നുണ്ട്. ഇതുപോലൊക്കെ തന്നെ കേട്ടോ എല്ലാ കാര്യങ്ങളും. നമ്മുടെ കയ്യിൽ ജേണലിൻ്റെ സ്റ്റിക്കേഴ്സ് ഇല്ല, പേപ്പേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജേണൽ ചെയ്യാണ്ടിരിക്കുമെന്ന് വേണ്ട. ഇങ്ങനെ പല ട്രിക്കുകളും യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ജേണൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ ജേണൽ ചെയ്യൽ ഭയങ്കര അസ്തറ്റിക്കായിട്ടും ഒരു ഫാൻസി ടൈപ്പായിട്ടൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മളോട് ആരാ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ജേണൽ ചെയ്യാം കേട്ടോ. വെറുതെ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് ഡെയിലി നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ അതിൽ എഴുതുന്നുണ്ടെങ്കിൽ അതൊരു ജേണൽ തന്നെയാണ്. അതുപോലെ ഓരോ ദിവസം നമുക്ക് കൈ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സ്ക്രാപ്പായിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു പേജിൽ കൊണ്ടുപോയി ഒട്ടിച്ച് എന്തെങ്കിലും കുറച്ച് കോട്ട്സൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ജങ്ക് ജേണലായി. അതുപോലെയാണ് എല്ലാം. നമുക്ക് എന്താണോ ഉള്ളത് അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഈ ഒരു വൈറ്റ് പീസ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നായിരുന്നു. ആ ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞു കൊണ്ടുവന്ന ഒരു ക്ലോത്തായിരുന്നു അത് ഈ എത്രയായി 4-5 വർഷമായിട്ട് ഞാനത് സൂക്ഷിച്ച് വെക്കുക. ഇപ്പോഴാണ് അതിൽ നിന്ന് ഒരു പീസെങ്കിലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എവിടെയെങ്കിലും പെട്ടിയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് എടുത്ത് തുറന്നു വയ്ക്കോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കൂല. ബൈ ദ ബൈ, കം ടു ദ പോയിൻറ്റ്. വീഡിയോ കൂടുതൽ ലോങ് ആവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സ്പീഡിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. ആ ഒരു പിങ്ക് കളർ പേപ്പർ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പോക്കറ്റ് പോലെ വേണം കേട്ടോ കൊടുക്കാൻ. എന്നാലേ നമുക്ക് ആ ഒരു ചെറിയ 2 നോട്ട്സ് അതിൽ വെക്കാൻ പറ്റും. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ 2 നോട്ട്സ് എനിക്ക് ലാസ്റ്റ് ആയപ്പോഴേക്കും അത് മാറ്റിയിട്ട് ഒരു വലിയ നോട്ട്സായിട്ട് വെക്കാൻ തോന്നി. അങ്ങനെ ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, അത് ആമസോണിൽ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു കവറുണ്ടല്ലോ, അതിനെ വെട്ടിയിട്ട് ഞാൻ കുറച്ച് കളക്ട് ചെയ്തിട്ട് ഒരു ബുക്കായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇപ്പോഴല്ലേ കുറച്ചുകൂടെ ഭംഗിയായത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ചെറിയ 2 നോട്ട്സ് വെച്ചപ്പോഴാണോ അല്ല ഈ ഒരു വലിയ കാർഡ് വെച്ചപ്പോഴാണോ കൂടുതൽ ഭംഗി നിങ്ങൾക്ക് തോന്നിയതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സ്റ്റിക്കേഴ്സും ആ റിബൺസും ഒക്കെ കൊടുത്തപ്പോൾ മൊത്തത്തിലൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.